ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് മാക്സിയിലേക്ക് സിബ് എളുപ്പത്തിൽ എങ്ങനെ വെച്ചെടുക്കാമെന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് നെക്കൊക്കെ തയ്ച്ച് സിബ് വെക്കാൻ പാകത്തിനാകുമ്പോഴല്ല ശ്രദ്ധിക്കേണ്ടത്, അതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നെക്കിൻ്റെ വിടുത്തെടുക്കുമല്ലോ, അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നെക്കിന് ലെങ്ത്ത് ഞാൻ 5 ഇഞ്ച് കൊടുക്കുകയാണ്. അത് സാധാരണ കൊടുക്കുമ്പോൾ തന്നെയാണ്, അതിലൊന്നും ശ്രദ്ധിക്കാനില്ല. പക്ഷേ നമ്മൾ വിടുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് വേണ്ടത് 2.5 ഇഞ്ചാണ് നെക്കിന് വിടുത്ത് വേണ്ടത്. അപ്പോൾ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂട്ടി വേണം വിടുത്തെടുക്കാൻ. 2.5 ഇഞ്ചാണ് വിടുത്തിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ സിബ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കറക്റ്റ് അളവ് 2.5 ഇഞ്ച് തന്നെ കിട്ടും. അതെങ്ങനെയെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. മുകളിൽ ഞാൻ 3 ഇഞ്ച് തന്നെ കൊടുക്കുകയാണ്. ഇഞ്ച് കൊടുത്തു. ഇനി ഇതൊരു ബോക്സാക്കി വരയ്ക്കുകയാണ്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കഴുത്ത് ആദ്യം ഒന്ന് ഒരു പീസ് എടുത്തിട്ട് തയ്ക്കണം. ഇനി ഇതാ നെക്കിലേക്ക് വെച്ചെടുക്കാൻ വേണ്ടി ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതാ ഈ നെക്ക് ഇതുപോലെ വെച്ചിട്ട് കയറ്റി ഇതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ലെങ്ത്തിൻ്റെ നിന്നും താഴേക്ക് 2 ഇഞ്ചോളം, ഇതിപ്പോൾ 2 ഇഞ്ചുണ്ട് കേട്ടോ. ഈ 2 ഇഞ്ചോളം വേണം. മൊത്തം 2.5 ഇഞ്ച് വേണം. പക്ഷേ ഇവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് 2 ഇഞ്ച് ഇവിടെ മതി. ഇപ്പോൾ ഇത്രയും തുണി താഴേക്ക് ഇറങ്ങി നിൽക്കണം. എന്നിട്ട് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയും ഒരു 2.5 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡ് മടക്കി തയ്ക്കുകയോ തയ്ക്കാതിരിക്കുകയോ ചെയ്യാവുന്ന അത്ര ഇഷ്ടം പോലെ. ഇനി ഈ പീസ് ഇതിലേക്ക് നെക്കിലേക്ക് വെച്ചിട്ട് നെക്കിൻ്റെ നല്ല ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ നല്ല ഭാഗമാണിത്. ഇതാണ് നല്ല ഭാഗവും. നല്ല ഭാഗത്തിലേക്ക് നല്ല ഭാഗം വെച്ച് പീസിന് നമ്മുടെ മാക്സിയുടെ നല്ല ഭാഗം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യണം. കറക്റ്റ് നെക്ക് ഇതുപോലെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം.
ഇതാ ഈ കോർണറിലെത്തുമ്പോൾ സൂചി അടിയിലേക്ക് കുത്തി നിർത്തണം. എന്നിട്ട് മാക്സി തിരിച്ചു വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. നെക്കിലേക്ക് എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി നെക്കിൻ്റെ ചുറ്റുമായിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ വേണം ഓരോ വെട്ടിട്ട് കൊടുക്കാൻ. ഇനി നെക്കിലേക്ക് വെച്ച് കൊടുത്ത ഈ പീസിനെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് പുറമേ നല്ല വശത്തോടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്ക് ഇതാ നീറ്റായിട്ട് ഞാൻ തയ്ച്ചെടുത്തു ഉണ്ടല്ലോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ മടക്കുക. ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഈ കൈക്കുഴിയുടെ ഭാഗവും ഒരുപോലെ ഒരുമിച്ച് വെക്കണം. എന്നിട്ട് സെൻറ്റർ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. കൈക്കുഴി ഇരിക്കുന്ന കണ്ടില്ലേ? കൈക്കുഴി കണ്ട ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഭാഗം കണ്ടില്ലേ? ഇതും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് സെൻറ്റർ കിട്ടി ഇപ്പോൾ ഇവിടെ. ഇനി ചെയ്യേണ്ടത് സിബ് എടുത്തിട്ട് സിബിൻ്റെ നീളം നോക്കുക. സിബിൻ്റെ നീളം 9 ഇഞ്ചോളുണ്ട്. അപ്പോൾ 9 ഇഞ്ചല്ല ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 8 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ ഇതാണ് സെൻറ്റർ. ഇത് മാറിപ്പോകരുത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടം വരെ കട്ട് ചെയ്യാം. ഇവിടം വരെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നിവർത്തിയിട്ട് കാണിച്ചു തരാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വിടുത്തെടുക്കുമ്പോൾ ആ റേഞ്ച് കൂടുതൽ എടുത്തിരുന്നില്ലേ, അത് ഇവിടെ നമ്മൾ കൂട്ടി തയ്ക്കണം. ഇനി കൂട്ടി തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടം വരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് അവസാനിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് സ്റ്റിച്ച് ചരിച്ച് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് അവസാനിപ്പിക്കും അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് ഇതാ ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് നിർത്തണം. എന്നിട്ട് പുട്ട് ബന്ധിച്ചിട്ട് വേണം തുണിയെടുക്കാൻ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ടോപ്പിൻ്റെ മോശം ഭാഗമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തായം വരെ സ്റ്റിച്ച് ചെയ്യുക. താഴെ എത്തുമ്പോൾ ഇതാ പുട്ട് പൊന്തിച്ചിട്ട് തുണി വലിച്ചെടുക്കുക. ഇനി ഇതാ ആ കൂട്ടിയടിച്ച തുമ്പുണ്ടല്ലോ, അത് 2 ഭാഗത്തേക്കും ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഈ നല്ല ഭാഗം ഇതുപോലെ മുകളിലേക്ക് ആക്കി വെക്കാം. ഇപ്പോൾ പീസിന് നല്ല ഭാഗം കണ്ടില്ലേ? റേഞ്ച് കൂട്ടിയടിച്ച ഭാഗമാണിത്. സിബ് എടുത്തിട്ട് ഇതാ സിബ് നമ്മൾ സിബ് വെക്കാൻ വേണ്ടി കൂട്ടിയടിച്ചില്ലേ, അതിൻ്റെ നേരെ അടിയിലായിട്ട് വെച്ച് കൊടുക്കണം.
എന്നിട്ട് സിബിൻ്റെ പല്ല് വരേണ്ടത് നമ്മൾ കൂട്ടിയടിച്ചില്ലേ അതിൻ്റെ നേരെ അടിയിലായിട്ട് വേണം വരാൻ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് ക്യാമറ ഓഫായി പോയി കേട്ടോ. സിബ് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഞാൻ സെൻറ്ററിൽ ആ കൂട്ടിയടിച്ചതിൻ്റെ അങ്ങോട്ടും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതാ അരേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് അരേഞ്ച് കൂട്ടി തയ്ച്ച് കൊടുത്തില്ലേ, ആ സ്റ്റിച്ചിനെ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഇതാ ആ സ്റ്റിച്ച് പൊട്ടിച്ച ഭാഗം ഇതാ സിബിനെ കവർ ചെയ്ത് നിൽക്കാൻ കേട്ടോ. ചുരിദാറിൻ്റെ ബാക്കിലൊക്കെ സിബ് വെക്കുമ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ സിബ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ.